ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിശ്വാസത്തെ കുറിച്ചാണ്. ഇന്നലെ ബ്രസീൽ ജപ്പാൻ മാച്ച് കണ്ടു. 2-1 ബ്രസീൽ ജയിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, ബ്രസീൽ ഫാൻസിലെ ഒരു 80% പേരും, ഞാൻ ഉൾപ്പെടെ, ഞാൻ ബ്രസീൽ ഫാനാണ്, ഒരിക്കലും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല ബ്രസീൽ ജയിക്കുമെന്ന്. കാരണം എന്താ പറയുക, അത്രയും ജപ്പാൻ അത്രയും പീക്കിലാണ് നിൽക്കുന്നത്. പിന്നെ എന്താ പറയുക, ഒരുപാട് പ്രൊഡിക്ഷൻസ് ജപ്പാന് നേരെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ട് പോലും എന്താ പറയുക, ഫസ്റ്റ് ഹാഫിലാണെങ്കിൽ ഒരു ഗോളും കിട്ടി. എന്നിട്ട് സെക്കൻഡ് ഹാഫിലാണ് എന്താ പറയുക 2 ഗോൾ കയറുന്നത്. അത് ആഞ്ചലോട്ടി എന്ന് പറയുന്ന ആ കോച്ചിന്റെ ബ്രില്യൻസ് മാത്രമാണ്. അത് എങ്ങനെയൊക്കെ ആൾ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ, അതാളുടെ ഒറ്റ വിശ്വാസം കൊണ്ട് മാത്രമാണ് എനിക്ക് തോന്നുന്നു ബ്രസീൽ ടീം ഇന്ന് പ്രോപ്പറായിട്ട് പ്രീ ക്വാർട്ടറിലേക്ക് എത്തിയത്. അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ്, അദ്ദേഹത്തിന്റെ വിശ്വാസം, അദ്ദേഹം പ്രസ് മീറ്റിലാണെങ്കിൽ അധികം വാചാലനാവുകയോ അല്ലെങ്കിൽ വെല്ലുവിളിക്കുകയോ ഒന്നും ചെയ്തില്ല. അദ്ദേഹം വെയിറ്റ് ചെയ്തു, ഗെയിം പഠിച്ചു, സ്ട്രാറ്റജികൾ മെനഞ്ഞു. അതിന്റെ എന്താ ഗുണം ഉണ്ടായത്? സിമ്പിളായിട്ട് നമുക്ക്, സിമ്പിൾ ഒരിക്കലും പറയാൻ പറ്റില്ല, കളി കണ്ട ഒരാൾക്കും പറയാൻ പറ്റില്ല സിമ്പിളാണ്. കാരണം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം എല്ലാ ബ്രസീൽ ഫാൻസും വിചാരിച്ചിരുന്നത് ഇന്നത്തോടുകൂടി കളി കഴിഞ്ഞു, എന്താ ചെയ്യുക, ഇന്നത്തോടുകൂടി എല്ലാവർക്കും വെട്ടിമുടക്കി വീട്ടിൽ പോവാന്നാണ്, എല്ലാവരും ഊക്ക് വാങ്ങാം, എല്ലാ അർജന്റീന ഫാൻസിന്റെയും എല്ലാ ഫാൻസിന്റെയും ഊക്ക് വാങ്ങാന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ പിന്നെ ബ്രസീൽ പിന്നെ തീയായിരുന്നു. അദ്ദേഹത്തിന്റെ ഡിസിഷൻ മേക്കിങ്സ് ആയാലും എല്ലാം ആയാലും, അഫ്കോഴ്സ് നമ്മുടെ സുൽത്താൻ നെയ്മർ ഇറക്കിയ അദ്ദേഹം. പക്ഷെ എനിക്കതിലൊരു സങ്കടവും ഇല്ല. കാരണം ടീമിന് എന്താണോ വേണ്ടത് അതാണ് ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നു അത് ബെസ്റ്റായിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട് കോച്ച്. അത് ഒരു രക്ഷയുമില്ല. കിടിലൻ കളി. ഇന്നത്തെ കളി മിസ്സായവർക്കൊക്കെ നഷ്ടം തന്നെയാണ്. കിടിലൻ കളിയാണ്. എനിക്ക് തോന്നുന്നു ഒരു ഭയങ്കര, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫിഫയിലെ എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് ഗെയിമിൽ ഒരു ഗെയിമായിട്ട് അത് മാറിയിട്ടുണ്ട്, നോക്കൗട്ട് ഗെയിംസ്. പിന്നെ നമുക്ക് ഇപ്പോഴും എന്താ പറയുക, ഒരു എന്താ പറയുക, നമ്മളൊരു കോച്ചിന്റെ അദ്ദേഹത്തിന് ഒരു കോൺഫിഡൻസ് ഉണ്ട് അദ്ദേഹത്തെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ടീമിനെ കുറിച്ച്, ആളെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം. കാരണം കീ പ്ലെയർ പോലുള്ള നെയ്മർ അദ്ദേഹം ഇറക്കിയിട്ട് ഇനിയില്ല ഇന്നലത്തെ കളി. കാരണം ജപ്പാനായിട്ട് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തത് നെയ്മർ ഉണ്ട്. ആൾക്കൊരു നല്ലൊരു എന്താ പറയുക, ജപ്പാനായിട്ട് ഒരു പാസ്റ്റ് ഉണ്ടെങ്കിലും തൻ്റെ ടീമിലുള്ള ഒരു വിശ്വാസമാണ് അദ്ദേഹത്തിന് ഇന്ന് കളിയിൽ എന്താ പറയുക നമുക്ക് ജയം തന്നത്. അത് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല. എപ്പോഴും നമ്മളെ തന്നെ ഒരു വിശ്വാസം വയ്ക്കുക. നമ്മുടെ കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന പോകുന്ന കാര്യങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ച് നന്നായി പഠിക്കുക, നന്നായി സ്റ്റഡി ചെയ്യുക. നമ്മളെന്താ ചെയ്യണമെങ്കിൽ നമുക്കൊരു വിശ്വാസം വരിക. അവസാന റിസൾട്ട് എന്താണോ അതാണ് എല്ലാവരും കാണുക. അപ്പം ആ വിജയത്തിലാണ് നമ്മളൊപ്പം എല്ലാവരും കൂടെ ഉണ്ടാവുക. അതുകൊണ്ട് ഇന്നത്തെ കളി എങ്ങനെയും തോറ്റിരുന്നെങ്കിൽ എന്തുകൊണ്ട് നെയ്മറിനെ ട്രൈ ചെയ്തില്ല എന്നുള്ള ചോദ്യം, വിമർശനം ഉറപ്പായിട്ടും വന്നേനെ. അതിനൊക്കെ എന്താ പറയുക, തരണം ചെയ്യാനും അതൊന്നും കാര്യമാക്കിയില്ല. തൻ്റെ തന്നെ കോൺഫിഡൻസിൽ അദ്ദേഹം എന്താ പറയുക ഇന്നൊരു ഗംഭീര കളി. ബ്രസീൽ ഫാൻസിന് എന്തായാലും ഇന്ന് ആഘോഷിക്കാൻ പറ്റിയ ദിവസമാണ്. സോ അതാണ് ഇന്നത്തെ ദിവസം പറയാനുള്ളത്. ഞാനും ഭയങ്കര ഹാപ്പിയാണ്. സോ നമ്മളെല്ലാവരും എന്താ പറയുക, ഇനി അടുത്ത പ്രീ ക്വാർട്ടറിന് വെയിറ്റ് ചെയ്യാണ്. അടിപൊളിയാവട്ടെ. ഇപ്പം വിശ്വാസം കണ്ടില്ല. കാരണം ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കോട്ടാണ്, 1% എന്താ പറയുക ചാൻസും 99% ഫെയ്ത്തുന്നു. ആ ഫെയ്ത്ത് ചാൻസസ് കൂടി കൂടി വരികയാണ്. അപ്പോൾ ഇനിയും എന്താ പറയുക, അടുത്ത നമ്മുടെ എതിർ ഫാൻസായ അർജന്റീന ഫാൻസിൻ്റെ അടുത്തും എല്ലാ ഫാൻസിൻ്റെ അടുത്തുമൊക്കെ എന്താ പറയുക, നമുക്കൊരു ഇത് പറയില്ലേ, പറയാൻ പറ്റണ ഒരു ഇത് അതിങ്ങനെ കൂടി കൂടി വരുന്നുണ്ട്. ഞാനങ്ങനെ അത് വെല്ലുവിളിക്കുകയൊന്നും ഞാൻ ചെയ്യാറില്ല. കാരണം ഒരു ഇക്കൊല്ലം നല്ല പേടി ഉണ്ടായിരുന്നു. കാരണം ബ്രസീൽ എത്തുമോ ഇല്ലയോ എന്നുള്ളൊരു പേടി അത്യാവശ്യം എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, ഓരോ കളി കഴിയുമ്പോൾ പ്രതീക്ഷകൾ ഇങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.